السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ൽ കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 8ാം രാവിലേക്ക്, അതായത് ലൈലത്തുൽ തർവിയ, ലോക ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ഓർമ്മയുടെ രാവാണ് ലൈലത്തുൽ തർവിയ. ആ രാവിലേക്കാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഇതുവരെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽ 7ാമത്തെ രാവ് വരെ, അല്ലെങ്കിൽ 7ാം ദിവസം വരെ വന്നതുപോലെയല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 8ാം രാവ്, 9ാം രാവ്, 10ാം രാവ്, 3ഉം പരിശുദ്ധമായ പെരുന്നാളിന് സമാനമായ രാവാണ്. 3 രാവുകൾ കിതാബുകളിൽ, മഹാന്മാരുടെ ഉദ്ധരണികളിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. 8ാം രാവ് ലൈലത്തുൽ തർവിയ, 9ാം രാവ് ലൈലത്തുൽ അറഫ, 10ാം രാവ് ലൈലത്തുൽ ഈദുൽ അദ്ഹ. അത്ര മനോഹരമാണ്. ഈ പരിശുദ്ധമായ 3 രാവുകളെയും നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അതായത് ഇന്നത്തെ രാവിൽ, ഇന്നത്തെ നമ്മുടെ മജ്‌ലിസിന്റെ ഇന്നത്തെ രാവിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യുന്നവർക്ക്, ദിക്ർ സ്വലാത്ത് ചൊല്ലുന്നവർക്ക്, മജ്‌ലിസിൽ പങ്കാളിയാകുന്ന ആളുകൾക്ക് തീർച്ചയായും നൽകാൻ പോകുന്നത് പരിശുദ്ധമായ സ്വർഗമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ തർവിയ എന്ന് പറഞ്ഞാൽ തർവിയത്തിന്റെ, മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം മകനെ വഹയിന്റെ ഉത്ബോധനത്തിലൂടെ, മനാമിലെ വഹയിലൂടെ ബലിയർക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായിട്ട് വന്ന് ബലികർമ്മം നടത്താൻ ഒരുങ്ങി വന്നല്ലോ. അതാണല്ലോ ബലിപെരുന്നാള്, ദുൽഹിജ്ജ് 10. ഈ ഒരു സ്വപ്നത്തിന്റെ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരിശുദ്ധമായ തർവിയത്തിന്റെ രാവില, ലൈലത്തുൽ തർവിയ, ദുൽഹിജ്ജ് 8ന്റെ. ഇങ്ങനെ ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്ന പ്രസന്റായ ഇങ്ങനെ ഒരു രാവിലാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുന്നത്. ഇന്നത്തെ ഈ രാവ് കഴിഞ്ഞ് നാളത്തെ പകലായപ്പോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തശ്വീശായി പോയി. പടച്ചോനെ, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണോ അതോ പിശാചിൽ നിന്നുള്ളതാണോ അറിയില്ല, തറദ്ദുദായി. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത് എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. 9ഓളം കാരണങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ പേര് വരാനുള്ള കാരണങ്ങൾ. ഇതിന്റെ പേരിങ്ങനെ വരാനുള്ള കാരണങ്ങൾ പലതും കിതാബിൽ കാണാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ തർവിയ എന്ന് പറയുന്ന, ഹാജിമാർ മുമ്പൊക്കെ വെള്ളം ശേഖരിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന, ഹജ്ജിന്റെ അമലുകൾ തുടങ്ങുന്ന ആദ്യത്തെ പരിശുദ്ധമായ ദിവസമാണ്. എന്ന് പോയതാ ഹാജിമാർ? ഹജ്ജിന്റെ അമൽ തുടങ്ങിയിട്ടില്ല, ഹജ്ജിന്റെ അമൽ തുടങ്ങാൻ പോവുക. അതിന്റെ ആദ്യത്തെ രാവാണ്. അപ്പൊ ഒരുപാട് പോലീസ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് ചൊല്ലാനും പറയാനും പോരിശാക്കപ്പെട്ട ഒരുപാട് ദിക്റുകളുണ്ട്. നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് കൂടെ ചൊല്ലാം. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആക്ക് മുഴുവൻ ഇജാബത്ത് കിട്ടുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു വഹയറിയിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പക്ഷെ അതിനു മുമ്പ് അഫ്ദൽ ദിക്ർ പറയണം, ചൊല്ലണം എന്ന് പറഞ്ഞു. ആ ദിക്ർ നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും കൂടെ ചൊല്ലണം. ഖൽബറിയണം, നമ്മുടെ കണ്ണറിയണം, കാതറിയണം. അങ്ങനെ എഫക്റ്റീവായിട്ട് ചുമ്മാ ചൊല്ലിപ്പോകരുത്. മനസ്സിലുണ്ടാകണം എന്താണ് പറയുന്നത്. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ താല്പര്യത്തോടെ വിളിച്ചു പറയണം, ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഒരു സ്വലാത്തായി മഹാന്മാരായ ഔലിയാക്കൾ കൊണ്ടു നടന്ന, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഹുദൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസൻസോടുകൂടെ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്തണേ റബ്ബേ ഈ പടപ്പിനെ, ഈ ഉമ്മത്തിനെ എന്ന് ദുആ ചെയ്യുന്ന സ്വലാത്ത്.
ആ പോരിശായ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലണ്ടേ? കുഞ്ഞു സ്വലാത്ത് എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്ക് എല്ലാവരും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇതേപോലെ പരിശുദ്ധമായ രാവിൽ അല്ലാഹുവേ പടച്ചവനെ, മുഅ്മിനീങ്ങളുടെ ഹജ്ജിന്റെ ഇക്കൊല്ലത്തെ ഹജ്ജിന്റെ അമലുകൾ തുടങ്ങുന്ന ഫസ്റ്റ് രാവിൽ, ആദ്യ രാവിൽ മുഅ്മിനീങ്ങളായ ആളുകൾ മുഴുവനും അല്ലാഹുവേ ഹജ്ജ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തുറന്നു നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യും. പ്രത്യേകിച്ച് അടുത്ത വർഷം ഇതേപോലെ പരിശുദ്ധമായ മിനയിലേക്കുള്ള യാത്ര, ഹാജിമാരുടെ മക്കയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്ര, അതിന്റെ തുടക്കം മിനയിലെ രാപ്പാർക്കൽ അതിന്റെ പ്രഥമമായ പ്രഗൽഭമായ രാവാണ്. ഈ രാവിൽ മുഅ്മിനീങ്ങൾ മനസ്സറിഞ്ഞു ദുആ ചെയ്തു പോകും, അല്ലാഹുവേ നീ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ. ആ ദുആ മനസ്സറിഞ്ഞിട്ടൊന്ന് ചെയ്യാം. എല്ലാവരും മനസ്സറിഞ്ഞ് കൽബ് തുറന്ന് കണ്ണു തുറന്നൊന്ന് ദുആ ചെയ്യിൻ. അല്ലാഹുമ്മ റസുഖനാ ഹജ്ജ ബൈതിക്കൽ ഹറം وزيارة روضة نبينا نبي الرحمة مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي الرحمة مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي الرحمة مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي الرحمة مصطفى محمد صلى الله عليه وسلم. تقبل الله. അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, രാവിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ അടുത്ത വർഷത്തെ ലൈലത്തു തർവിയയിൽ ഹറമിന്റെ മണ്ണിലുള്ളവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. ഇക്കൊല്ലത്ത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവര്, പരിചയമുള്ളവര്, ഇല്ലാത്തവര് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് മിനയുടെ മണ്ണിൽ പോയി നിൽക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും കബൂലിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഗുളിക കൊണ്ടുപോയി മരുന്ന് കടിച്ച് കൈകാലുകളൊക്കെ വേദന എടുത്ത് പ്രയാസപ്പെട്ട് നടക്കുന്നുണ്ട് അവിടെ. ആ പുണ്യഭൂമിയിൽ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണമെന്ന് പറഞ്ഞ തസ്ബീഹാണ്. ഈ രാവിൽ ആക്റ്റീവായി ചൊല്ലേണ്ട തസ്ബീഹാണ്. തഹ്ലീല്, അതേപോലെ തക്ബീർ, അതേപോലെ തഹ്മീദ് മസ്റ്റാണത്. അത് സ്വർഗാവകാശികൾ മാത്രം ചൊല്ലുന്ന പരിശുദ്ധ വചനമാണ്. ഈ വചനം ഇങ്ങനെ ക്രോഡീകരിച്ചത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തത് ആരാണത്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ മണ്ണിൽ പ്രിയപ്പെട്ടവരെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയർക്കണമെന്ന സ്വപ്നം ആദ്യമായി കണ്ട രാവ് ഇന്നത്തെ രാവ. ആ സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഈ ദിവസത്തിന്റെ ലൈലത്തു തർവിയ എന്ന് പറഞ്ഞത്. ആ മഹാനവറുകൾ ഇത് അള്ളാന്റെ ഭാഗത്ത് നിന്നാണെന്ന് ഉറപ്പിച്ച ദിവസമാണ് അറഫ ദിവസം. അദ്ദേഹം തൻ്റെ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കാൻ വേണ്ടി മനസ്സറിഞ്ഞ്, അള്ളാന്റെ പൊരുത്തമാണെങ്കിൽ അങ്ങനെയാകട്ടെ, അള്ളാന്റെ ഇഷ്ടം എനിക്ക് വലുത്, മോനും മോളും കുടുംബവും സമ്പത്തും ഒന്നുമല്ല, നിന്റെ ഇഷ്ടം, അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവൻ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കത്തിയെടുത്തൊരുങ്ങിയ ആ ഒരുക്കം, അതാണ് പെരുന്നാള്. ഇതൊന്നുമില്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു തർവിയത്തുമില്ല, അറഫയുടെ ഇങ്ങനെയൊരു ഓർമ്മയില്ല, പരിശുദ്ധമായ ബലിപെരുന്നാളും ഇല്ല നമുക്ക്.
അതുണ്ടായത് ആ മഹാന്റെ അടയാളമാണ്. ആലോചിച്ച് നോക്കി, ആ മഹാനുഭാവൻ ക്രോഡീകരിച്ച സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ആ ദിക്ർ ആ മഹാൻ ഉമ്മത്തക്ക ഉമ്മത്തിനോട് പറയണം എന്ന് പറഞ്ഞ, ഉമ്മത്തിനോട് ഓതാൻ പറയണം എന്ന് പറഞ്ഞ ദിക്റാ തസ്ബീഹാണ്. എന്ന് ചൊല്ലണ്ടേ എത്ര പുരുഷെന്നറിയോ? അല്ലാഹു സ്വർഗത്തിൽ നമുക്ക് ഒരുക്കും നമുക്ക് വേണ്ടി. എന്ന് ചൊല്ലിക്ക് എല്ലാവരും ആത്മാർത്ഥമായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ 89ാമത്തെ കുഞ്ഞു സൂറത്ത് നമ്മൾ ഓതാൻ പോവാണ്. ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തെ ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10, അതായത് ഇന്നത്തെ രാവ്, നാളത്തെ ദിവസം, മറ്റന്നാൾ, ഈ 3 ദിവസത്തെ കുറിച്ച് ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ 1 മുതൽ 30 വരെ പാരായണം ചെയ്താൽ അള്ളാഹു തെറ്റുകൾ പൊറുക്കുന്നു മാത്രമല്ല, സ്വർഗത്തിൽ പോകാൻ ഒരു 100 അള്ളാഹു സമ്മാനമായി കൊടുക്കുന്ന വലിയ ബെനിഫിറ്റുള്ള സൂറത്താണ് ആ സൂറത്തുൽ ഫജ്ർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 മുതൽ കഫാക്ക് മീഡിയയിൽ സജീവമായി 10,000-ഓളം വരുന്ന മുഅ്മിനീങ്ങൾ, ഉമ്മമാര്, ഉപ്പമാര് സജീവമായി ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഓതിയിട്ടുണ്ട്, മിന്നാന്ന് ഓതിയിട്ടുണ്ട്. അള്ളാഹു തുടരാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നു മുതൽ ദുൽഹിജ്ജ 8, 9, 10 അതേപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ സജീവമായിട്ട് നമുക്ക് ഈ മജ്‌ലിസിൽ തന്നെ ഒരുമിച്ച് ഓതാൻ സൗകര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പ്രതിഫലം നൽകട്ടെ. ഖുർആൻ ഓതാൻ പറ്റാത്ത ഉമ്മമാരുണ്ടാവും. അപ്പൊ ഈ ഓതുന്നത് കേൾക്കൽ വലിയ ഇബാദത്താണല്ലോ, അതിന് തടസ്സമില്ലല്ലോ. അപ്പൊ റാഹത്തായിട്ട് എല്ലാവരും എല്ലാ നിലക്കും പങ്കെടുക്കുക. നമുക്ക് സൂറത്തുൽ ഫജ്ർ ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വസ്സഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما
وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് പ്രധാനപ്പെട്ട ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ഹസനത്തും എല്ലാ നന്മയും എല്ലാ ഖൈറും നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രഗൽഭമായ ദുആയാണ്. മുഅ്മിനീങ്ങൾ എങ്ങനെ ദുആ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ആളുകളും പലതും ദുആ ചെയ്യാറുണ്ട്. കച്ചവടം ചോദിക്കും, ദുനിയാവിൽ മക്കളെ നന്നാകാൻ ചോദിക്കും, അതേപോലെ തന്നെ നമ്മുടെ കുടുംബം വീടുണ്ടാകാൻ ചോദിക്കും, വാഹനം ഉണ്ടാകാൻ പലതും ചോദിക്കും ദുനിയാവിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ അത് ഈമാനുള്ളവരല്ല. ഈമാനുള്ളവർ ഫിദ്ദുനിയ വൽ ആഖിറ ഹസനത്ത് ചോദിക്കും. എന്നാൽ ഖുർആൻ പ്രസന്റ് ചെയ്യുന്നത്, ഖുർആൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ദുആകളിൽ ഏറ്റവും പ്രഗൽഭമായ ദുആ, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഒരു വരി ദുആ ചെയ്യാതെ പോകില്ല. കിതാബിൽ കാണാം എത്ര പവറാണ് ആ ദുആക്ക്. നമുക്കൊക്കെ മനപ്പാടുള്ള ദുആ കൂടെയാണ്. എല്ലാ നന്മയും സ്വന്തം ഭാര്യ ഭർത്താവ് വരെ നന്നാകാൻ ഈ ദുആ മതിയാകുമെന്ന ഈ ദുആയിൽ അതുൾപ്പെടെ അതുൾപ്പെടെ ജമഅ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. നല്ല ജീവിതം, നല്ല മരണം, നല്ല കച്ചവടം, നല്ല കുടുംബ ജീവിതം, നല്ല മക്കള്, നല്ല സന്തോഷം, ഇതെല്ലാം കിട്ടുന്ന ദുആ. ചൊല്ലിക്കൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഖൽബറിഞ്ഞിട്ട്, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ളത് ഹസ്ബുനത്താണ്. എത്ര വലിയ പ്രശ്നവുമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളെ സമീപിച്ച അവർ പറയുന്നത് പ്രശ്നപരിഹാരത്തിന് എന്താ മാർഗമുള്ളത്? നമ്മുടെ കാര്യങ്ങൾക്ക് ഏത് കാര്യത്തിനും ഡെവലപ്പ് ആകാൻ, അള്ളാന്റെ സഹായം ഉണ്ടാകാൻ എന്താ മാർഗമുള്ളത്? ഹസ്ബുനത്ത് ചൊല്ലലാണ്. ആ ഹസ്ബുനത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിജയത്തിന്റെ മന്ത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ പരീക്ഷണങ്ങളിന്റെ തീച്ചൂളയിൽ മകനെ ബലിയെടുക്കണം എന്ന് പറഞ്ഞു. ബലി പെരുന്നാൾ വന്നു. അത് വിജയിച്ചെങ്ങനെയാണ്? തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വിജയിച്ചെങ്ങനെയാണ്? എന്താണ്? പരിശുദ്ധമായ തവക്കുലിന്റെ മരുന്ന് കഴിച്ചത് കൊണ്ടാണ്.
ആ മന്ത്രം ഉണ്ടായതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിജയമന്ത്രം ഖുർആൻ പ്രസന്റ് ചെയ്തു. അത് ഹസ്ബുനത്താണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. രണ്ടും കൂടെ ചേരുമ്പോൾ അൽഹംദുലില്ലാ എന്ത് കാര്യവും പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ എളുപ്പമാവും. ഭയങ്കര പവർ കൂടിയതാണ്. നമുക്കൊന്ന് ചൊല്ലാം, എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ പരിശുദ്ധമായ രാവിൽ ആത്മാർത്ഥമായി ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷോർട്ടായ സ്വലാത്തുൽ ഫാത്തിമിയ്യ. എന്നാൽ സാമ്പത്തിക ഞെരുക്കമുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഇതിനേക്കാൾ വലിയൊരു വഴി വേറെയില്ല. അത്രയേറെ ബറക്കത്തുണ്ടാകുന്ന ഖൈറുണ്ടാകുന്ന സ്വലാത്താണ്. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് വലിയ ഇഷ്ടമുള്ള സ്വലാത്താണ്. 1 മിനിറ്റ് കൊണ്ട് ഒരുപാട് എണ്ണം ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്നേഹം, മഹബത്ത്, ശഫാഅത്ത് എല്ലാം പാപം പൊറുക്കും, വിഷമങ്ങൾ മാറും, കടങ്ങൾ മാറും, കച്ചവടം നന്നാകും, മക്കൾ നന്നാകും, കുടുംബത്തിൽ ഐശ്വര്യം ബറക്കത്തുണ്ടാകും, എല്ലാ മേഖലയും അള്ളാഹുവിൻ്റെ ആഫിയത്ത്, ആരോഗ്യം, രോഗം മാറും, എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഈ സ്വലാത്ത് നമ്മൾ ചുമ്മാ നിസ്സാരാക്കണ്ട. അത്ര പവറാണ് സ്വലാത്തിന്. ആ സ്വലാത്തിന്റെ കൂടെ അതും അസ്വലാത്തുൽ ഫാത്തിമിയ്യ ചൊല്ലല്ലേ, നല്ല റാഹത്തായിട്ട് ചൊല്ലിക്കുക എൻ്റെ കൂടെ. اللهم صل على النور واهله 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 اللهم صل على النور واهله. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അറിയാലോ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉമ്മമാരത് ചൊല്ലുന്നു പതിവായി, പലർക്കും ബൈഹാട്ടം മനപ്പാടായി. ആ പരിശുദ്ധമായ ബൈത്തിന്റെ ബറക്കത്തുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ മദദും അവരുടെ നസ്റും നദറും കിട്ടുന്ന, അവരുടെ സ്നേഹം കിട്ടുന്ന, അവരോടൊപ്പം നാളെ ജന്നത്ത് കിട്ടുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഖസീദത്തു കഫാക ബൈത്ത് ഒന്ന് പാരായണം ചെയ്യാം. കഫാക റബ്ബുക കം يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا
كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كف كافها ككمي إن كان منك لكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا تقبل الله آمين يا رب العالمين. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ സ്വലാത്തുൻ നാരിയ, തീപ്പാറും വേഗത്തിൽ ആവശ്യങ്ങൾ നടക്കണോ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകണോ, സന്തോഷം കേറി വരണോ, എല്ലാ മേഖലയും തൊടുന്നത് പൊന്നാകണോ, അസ്വലാത്തുൻ നാരിയ. പേര് പോലെ തന്നെ ഫയർ, തീ പാറും വേഗത്തിൽ എല്ലാ കാര്യവും നടക്കും. പ്രത്യേകിച്ച് എന്ന വരികളിൽ പറയുമ്പോ, അള്ളാഹുവേ എൻ്റെ ഇന്ന ആവശ്യം, മക്കളില്ലാത്തതാണോ, കച്ചവടം നന്നാകാനാണോ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാനാണോ, നല്ല ബന്ധം കിട്ടാനാണോ, അതേപോലെ തന്നെ മക്കൾ മിടുക്കരാകാനാണോ, എന്താ ആഗ്രഹമുള്ളത് ആ ആഗ്രഹം മനസ്സിൽ വെച്ചോളി. ആ ഭാഗം പറയുമ്പോൾ ഉടൻ സഡൻ നടക്കും. അത്രയേറെ സ്പീഡപ്പിൽ കാര്യങ്ങൾ നടക്കുന്ന സ്വലാത്താണ് അസ്വലാത്തുൻ നാരിയ. ഭയങ്കര പവറാണ് ആ സ്വലാത്തും ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്ന, തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന ദിക്റാണ്, ഇസ്തിഗ്ഫാറാണ്. അത് ചൊല്ലുന്നവർ കൽബീന്ന് ചൊല്ലുകയാണെങ്കിൽ, ഹൃദയം അറിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ തെറ്റുകൾ അല്ലാഹു പൊറുക്കും. എത്ര വലിയ തെറ്റും പൊറുക്കും. മനസ്സിലൊരു ഫീലിംഗ്, വേദന ഉണ്ടായാൽ മതി. ആ ഇസ്തിഗ്ഫാറാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി من كل ذنب وأتوب إليه. أستغفر الله ربي من كل ذنب وأتوب إليه. أستغفر الله ربي من كل ذنب وأتوب إليه. أستغفر الله ربي من كل ذنب وأتوب إليه.
തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഇജാബത്തുള്ള ഇന്ന് രാത്രിയിൽ വിളക്കണക്കാത്ത കുടുംബങ്ങൾക്ക് വജബത്തുൽ ജന്ന എന്ന് പുണ്യ റസൂൽ പറഞ്ഞ പുണ്യരാവ്. അൽഹംദുലില്ലാഹ്. ഈ രാവിൽ ഇങ്ങനെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു ഇജാബത്ത് കൂടെ തരട്ടെ. മനസ്സ് തുറന്ന് കൽബ് തുറന്ന് ആമീൻ പറയണം. ഒരു ദുആയിലേക്ക് കടക്കുകയാണ്. ഒരു ഫാത്തിഹ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മനസ്സറിഞ്ഞൊന്ന് ആമീൻ പറഞ്ഞ എല്ലാവരും ചുമ്മാ ആമീൻ പറഞ്ഞു പോകരുത്. ഹൃദയം അറിഞ്ഞിട്ട് നാവിലൂടെ ആമീൻ വരട്ടെ, റാഹത്തായിട്ട്. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 8 ലൈലത്തുൽ തർവീല നമ്മൾ ഉള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞതുപോലെ പോലീസ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന രാവുകളാണ്, പകലുകളാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ നോമ്പ് ഏറ്റവും വേറിട്ട നോമ്പാണ്. സുന്നത്തിന്റെ ശക്തി കൂടും. മുഅക്കദായ സുന്നത്താണ് ഓരോ നോമ്പുകളും. പക്ഷെ 8 മുതൽ നോമ്പിന്റെ പവർ കൂടുകയാണ്. ആ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിന്റെ അമൽ തുടങ്ങുന്ന വിശ്വാസികൾ ആത്മാർത്ഥമായി നാടുകളിൽ സജീവമായി നോമ്പാകുന്ന ഒരു നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ദുൽഹിജ്ജ 8ന്റെ ഈ ഒരു സുന്നത്ത് നോമ്പ് നമ്മൾ എന്താ നിയ്യത്ത് വെക്കാം? അല്ലാഹുവേ പടച്ചവനെ, യൗമു തർവിയയുടെ സുന്നത്ത് നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കാൻ കരുതി, അല്ലെങ്കിൽ ദുൽഹിജ്ജ 8ന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹുവേ ഞാൻ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്നു അല്ലാഹ് എന്നൊരു നിയ്യത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് നിറച്ചു വെക്കുക. അതോടൊപ്പം എന്താ പ്രത്യേകത? നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ നമ്മൾ കരുതണം. നോമ്പ് ഖളാ വീട്ടാനുള്ള സഹോദരങ്ങൾ സഹോദരിമാർ ഏതായിരുന്നാലും ഉണ്ടാകുമല്ലോ. ഖളാ വീട്ടാനുള്ള ഒരു നോമ്പ് ഞാൻ നാളെ ഖളാ വീട്ടാൻ കരുതി, അതുകൂടെ ചേർത്ത് കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് കൂലിയായി. എല്ലാവരും ഒന്ന് കരുതുക, ഓരോരുത്തരുടെ നിയ്യത്തും കരുതുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار രാജസീതായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഒരുമിച്ചുകൂടൽ, ഞങ്ങളുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ പരിശുദ്ധമായ ദുആഇന്റെ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ. എല്ലാത്തിന്റെയും മിഥ്ല സവാബ്
എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള്, സുഹദാക്കള്, ഖൈറുൽ മുസ്ലിഹിന്റെ ആളുകൾ, അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര്, ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ ഞങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ മജ്ലിസിന്റെ കുടുംബങ്ങളിൽ എത്രയോ കാലം മുമ്പ് പങ്കെടുത്തവർ പലരും ഖബറിലാണല്ലാ. ഞങ്ങളുടെ എല്ലാം പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവര്, അല്ലാഹുവേ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളോട് മഹബത്തുള്ള, ഞങ്ങളോട് സ്നേഹമുള്ള, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഈ മജ്ലിസിനോട് മഹബത്തുള്ളവർ, കമന്റിൽ മനസ്സ് നിറച്ച് സന്തോഷം പറയുന്നവർ, ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട് റബ്ബേ. കഫാഖ് ഇസ്ലാമിക് ചാനലും കഫാഖ് മീഡിയയും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് നാടുകളിൽ ഉണ്ട് റബ്ബേ. കൂലി കൊടുക്കണേ അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് പോകാൻ മറ്റാരുമില്ല അല്ലാ. അല്ലാഹുവേ നിങ്ങൾക്ക് ഖൈറിന്റെ, ബർക്കത്തിന്റെ, റഹ്മത്തിന്റെ, റാഹത്തിന്റെ, ഇസ്സത്തിന്റെ, സലാമത്തിന്റെ, ഹിഫ്ളിന്റെ വാതായനങ്ങൾ തുറക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവിധ പ്രയാസങ്ങള്, വിഷമങ്ങള്, കടങ്ങള്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകള് മാറ്റണേ അല്ലാ. അല്ലാഹുവേ കുടുംബത്തിൽ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നോ വിഷമങ്ങൾ മാറ്റണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം തരണേ അല്ലാ. അല്ലാഹുവേ വിവാഹം ചെയ്യാകാത്തവർക്ക് ഖൈറായ ബന്ധം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ വിവാഹം കഴിച്ചേച്ച പെൺമക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കള്, ഞങ്ങള് അല്ലാഹുവേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി നീ സെലക്ട് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മക്കൾക്ക് നീ നസ്ർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളോട് പല കാര്യങ്ങളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹസ്വിലാക്കണേ അല്ലാ. എപ്പോ കണ്ടാലും എവിടെ കണ്ടാലും റബ്ബേ വലിയ ആവേശത്തോടുകൂടെ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട് റബ്ബേ. ഞങ്ങൾ സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന മസ്ജിദിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ, അൻവാറെ ഫജറിന്റെ കുടുംബമാണ് ഉമ്മമാര് പലരും. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര് പലരും അൻവാറെ ഫജറിന്റെ കുടുംബമാണ്. ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കുന്നവർ എല്ലാവർക്കും കൂലി കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യാൻ ആരെല്ലാം എന്നെല്ലാം പറഞ്ഞു എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, മയ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത അപകടങ്ങൾ പടച്ചവരെ നീ തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, സാമ്പത്തിക നിരക്കും കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെ പ്രയാസവും നീക്കണേ അല്ലാ. ഈ പരിശുദ്ധ മാസത്തിന്റെ, പരിശുദ്ധ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന നിങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു ഭരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم
صل على جميع الأنبياء المرسلين الحمد لله رب العالمين وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.